ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതുപോലെ തന്നെ ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ രാവിലെ മുഖമൊക്കെ കഴുകി നേരെ റൂമിൽ വന്നപ്പോൾ അതാ വിഷു ബേബി അച്ചാച്ചനും നല്ല ഉറക്കമാണ്. അങ്ങനെ നേരെ അടുക്കളയിൽ പോയപ്പോൾ അമ്മ അതാ അടുക്കളയിൽ നിന്ന് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നു. അപ്പുറത്ത് ചായ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ ചൂടാക്കി എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വീട്ടിൽ ദോശയാണ് കേട്ടോ. അപ്പോൾ അരിദോശയുണ്ട്, ഗോതമ്പ് ദോശയുണ്ട്. ഇന്നൊരു ബൊഫേ സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അരിദോശ വേണ്ടവർക്ക് അരിദോശ, ഗോതമ്പ് ദോശ വേണ്ടവർക്ക് ഗോതമ്പ് ദോശ, അങ്ങനെ ഞാൻ നേരെ വന്ന് ചായയൊക്കെ ചൂടാക്കി കുടിച്ചു. ഇതാണ് നമ്മുടെ വീട്ടിൽ കറിവേപ്പിലുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് കറികൾക്കെല്ലാം ഒരു കറിവേപ്പില മയമാണ്. അമ്മ വെക്കുന്ന എല്ലാ കറിയിലും കഷ്ണങ്ങളില്ലെങ്കിലും കറിവേപ്പില ആവശ്യത്തിലധികം എടുത്ത് ഇടാറുണ്ട്. പിന്നെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ദോശ ഇടുന്നതാണ്. അപ്പം അരിദോശ ഞാൻ ചുട്ടു, ഗോതമ്പ് ദോശ അമ്മയാണ് കേട്ടോ ചുട്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് അതിന് ശേഷം അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വിഷു ബേബി ഉണരുന്നതിന് മുമ്പ് ജോലിയൊക്കെ ചെയ്യണം. ജോലിയാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ വലിയ ജോലിയൊന്നുമില്ല. ഇതിപ്പം അച്ചാച്ചനും സുജിമോളും പോകുന്നതുകൊണ്ട് അവർ പോകുന്നതിന് മുമ്പിട്ട് അവർക്ക് ദോശ ഇട്ട് കൊടുക്കണം. അതാണ് കേട്ടോ എൻ്റെ വലിയ ജോലി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പാത്രങ്ങളൊക്കെ കഴുകി സിങ്കൊക്കെ വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും വയറ് നല്ലപോലെ കത്താൻ തുടങ്ങി. പിന്നെ രാവിലെ അമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി മീൻകറിയും നല്ല അരിദോശയും ചായയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒരു ഗോതമ്പ് ദോശയും കൂടെ കഴിക്കാമെന്ന്. അങ്ങനെ ഒരു ഗോതമ്പ് ദോശയും കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് രാവിലത്തെ ആഹാരം കഴിച്ചു. അപ്പോൾ അമ്മയുണ്ടായിരുന്നു കേട്ടോ. അമ്മയെ ഞാനും കുശലമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ വിഷു ബേബി എന്തെടുക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണന്നോ ഇല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെന്നപ്പോൾ വിഷു ബേബി ഒരു പകുതി ഉറക്കമായിരുന്നു. അത് ഇപ്പോൾ വിളിച്ച് എണീക്കും എന്നുള്ള രീതിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ അമ്മ അച്ചാച്ചനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമരയ്ക്ക മെഴുക്കുവരട്ടി വെക്കുവാണേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അകമൊക്കെ തൂക്കലാണ്. അങ്ങനെ ആ സമയത്ത് ഞാൻ അകമൊക്കെ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അമ്മേന്നൊരു വിളി. വിഷു ബേബി അപ്പോഴത്തേക്കിനും ഉണർന്നു. വിഷു ബേബിയുടെ ഒരു ബസ് ഞാൻ ഇവിടുന്ന് അടുത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വിഷു ബേബി ഉറക്കപ്പിച്ച് നേരിട്ട് വന്ന് വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട് ഇങ്ങനെ പാടി, പാട്ടും പാടി അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. പല്ല് തേക്കാമെന്ന് പറഞ്ഞിട്ട് 1000 വട്ടം വിളിച്ചിട്ടും വിഷു ബേബി ജന്മൻ്റെ കാലത്ത് വരുന്നില്ല. അത് മാത്രമല്ല ഈ ഇടയായിട്ട് വിഷു ബേബിക്ക് ഇച്ചിരി ഫോണിൽ കളി കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീട്ടിൽ ടി വിയുടെ റിമോട്ട് കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ടി വി ഓണാക്കി വിഷു ബേബിയെ ടി വി കാണിക്കാമെന്ന് വെച്ചു. കാരണം ഈ ഫോൺ ഉപയോഗം ഇച്ചിരി കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ടി വിയിലാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. വിഷു ബേബിക്ക് ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പല്ല് തേക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം ടി വി നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷു ബേബിയെ ഭീഷണിപ്പെടുത്തി ഒരു വിധത്തിൽ പല്ല് തേക്കാൻ കൊണ്ടാക്കി. ദൈവമേ, അങ്ങോട്ട് വിളിച്ച വിഷു ബേബി ഇങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് വിളിച്ച വിഷു ബേബി അങ്ങോട്ട് ഓടും. അങ്ങനെ അവൻ്റെ പുറകെ നടന്ന് എങ്ങനെയൊക്കെയോ പല്ല് ഏൽപ്പിച്ചു. ഞാൻ പല്ല് ഏൽപ്പിക്കാൻ നിന്ന് തന്നില്ലെങ്കിൽ, അതായത് ഞാൻ പല്ല് തേപ്പിക്കുക, അപ്പോൾ വിഷു ബേബി നിന്ന് തന്നില്ലെങ്കിൽ ഞാൻ ടി വി നിർത്തുമെന്ന് പറഞ്ഞ് വിഷു ബേബി ഭീഷണിപ്പെടുത്തിയാണ് കഴിച്ചത് ഇപ്പം ഞാൻ പല്ല് തേപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് വിഷു ബേബി പല്ലൊക്കെ തേപ്പിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വിഷു ബേബിക്ക് കഴിക്കാൻ വല്ലതും കൊടുക്കണം. അങ്ങനെ നേരെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ അച്ചാച്ചനെ കൊണ്ടുപോകാനുള്ള ചോറ് എടുത്ത് വെച്ചേക്കുക. പക്ഷെ അപ്പം കാണാം അച്ചാച്ചൻ്റെ ഒരു കോള് വരുന്നു, ചോറ് വേണ്ട, അച്ചാച്ചൻ വേറൊരു ഓട്ടത്തിന് പോവാണെന്ന് പറഞ്ഞു. പിന്നെ ഇനി വിഷു ബേബിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം വിഷു ബേബിക്ക് ഒരു 2 ദോശ ഇച്ചിരി പഞ്ചസാരയും ചായയും കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ വിഷു ബേബിക്ക് ചോറ് കൊടുക്കുന്നത്, വിഷു ബേബിയെ പല്ല് തേപ്പിക്കുന്നത്, വിഷു ബേബിയെ കുളിപ്പിക്കുന്നത്, ഇതൊക്കെ ഒരു ഭയങ്കര ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ പൊതുവേ അമ്മ എന്നെക്കൊണ്ട് ഇത്തരം ജോലികളൊന്നും ചെയ്യാറില്ല. കാരണം ഇതെല്ലാം അമ്മ എന്നെ ഏൽപ്പിക്കും. കാരണം വിഷു ബേബിയുടെ കൂടെ വീട്ടിൽ നിൽക്കുമെങ്കിലും അവൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ എന്ന് ഓർത്തു. ഇപ്പം തന്നെ ആഹാരം കൊടുക്കാൻ നേരത്തെ എന്തോരം ബഹളം വെച്ചിട്ടാണെന്നറിയാമോ. ഞാൻ പറഞ്ഞപ്പം ആഹാരം കൊടുത്തപ്പം പറയുന്നു എനിക്ക് ഈ കാർട്ടൂൺ വേണ്ട, എനിക്ക് മറ്റേ കാർട്ടൂൺ വേണം. പിന്നെ എങ്ങനെയൊക്കെയോ അവനെ ഒരു വിധത്തിൽ ഇരുത്തി ഏതൊക്കെയോ കാർട്ടൂൺ ഇട്ട് സമാധാനിപ്പിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അച്ചാച്ചൻ വന്ന് പറയുന്നു ഇതുപോലെ ഓട്ടം പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാച്ചൻ അവിടെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയത് കുപ്പി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷു ബേബി അതും എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വിഷു ബേബിയെ കുളിപ്പിക്കണം. എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് 1.5 മുറി ദോശ തന്നു. ഇനി എന്തായാലും വിഷു ബേബിയെ കുളിപ്പിക്കുന്നതാണ് അടുത്ത ടാസ്ക്. ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അയ്യോ. അവന് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം അമ്മാമ്മയും മോനും കൂടെ ഇരുന്ന് കാർട്ടൂൺ കാണുകയാണ്. അപ്പോൾ കാർട്ടൂണിൻ്റെ കഥയൊക്കെ അവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയെ അത് കേട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിഷു ബേബിയെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിഷു ബേബി റൂമിൽ കയറി വന്നിട്ട് അതും ഇതുമൊക്കെ എടുത്ത് ക്യൂടെക്സ് ഇട്ട് തരുന്നു, എന്നെ ഒരുക്കുന്നു, ആകെ ബഹളം. പിന്നെ ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ കുഞ്ഞ് ഒന്ന് കട്ടിലേന്ന് വീണു, തലയൊക്കെ ഇച്ചിരി മുഴച്ചിട്ടുണ്ട്.
അതേ ഉള്ളൂ സങ്കടം. പിന്നെ ഒരിടത്ത് വരെ പോകണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രി വന്നു, ഫുഡൊക്കെ കഴിച്ചു, എല്ലാവർക്കും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു, വിഷു ബേബിക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.